ഹലോ ഗേസ്, ഞങ്ങൾ ഈ മൂന്നാളും കൂടെ ഓട്ടോറിക്ഷ മുടിച്ച് എങ്ങോട്ടാ പോകണമെന്നല്ല, ഞങ്ങൾ വിരുന്ന് പോകുന്നിട്ട് ഞങ്ങൾ ടൂർ പോകണം കേട്ടോ. ഞങ്ങൾ മൂന്നാളും ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണേ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ ട്രിപ്പ് അടിപൊളിയാക്കണം ഞങ്ങൾ മൂന്നാളും തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല ആവേശത്തോടെ കയറി പോകാനുണ്ടായി. ഇതാണ് തേക്ക് മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പെണ്ണുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കണ്ട് ഇതിനെപ്പറ്റി വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ വെള്ളം കണ്ടത്. ഈ വെള്ളം കണ്ടാൽ പിന്നെ അവൾ അവിടെ സ്റ്റക്കായിട്ടോ. ഇതിൻ്റെ ബാക്കി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടാളും അങ്ങോട്ട് ഓടിട്ടോ. അങ്ങനെ വെള്ളം നോക്കിയിരുന്നപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത് പാർക്ക് കാണാനും ഇപ്പോൾ കാര്യമായിട്ട് പോന്നിക്കണെന്നുള്ളത്. പിന്നെ ഓളൊന്നും നോക്കിയില്ല കേട്ടോ. അവളെ ഫ്രണ്ടിനെയും കൊണ്ടുപോയി ഫുള്ള് കളിയാണ് കേട്ടോ. ഇവൻ കണ്ടോ, ഇവന് അരങ്ങേറ്റം നല്ലോണം അറിയും പറഞ്ഞാൽ ഒറ്റ കയറില്ല കേട്ടോ. പിന്നെ ഇറങ്ങാൻ ഞാൻ ചെല്ലണേ, എന്നെ വിളിച്ചിറക്കാം കേട്ടോ. ഇനി ഒന്ന് ഇറക്കി തരികയായിരുന്നുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഓനെ ഇറക്കിയിട്ട് വേണം കേട്ടോ. എനിക്കും അങ്ങോട്ടും അങ്ങോട്ടും അങ്ങനെ ഓനൊക്കെ അവിടെ നിന്ന് ഇറക്കിയിട്ടോ. പിന്നെ ഇവര് ഫുള്ള് കളിയാണ്, നല്ലോണം കളിച്ച് മുതലാക്കിയിട്ടുണ്ടോ. മണ്ണിക്കാണ് വീണാണ് ഒരുങ്ങി വന്നിക്കുകയാണ് കേട്ടോ. രണ്ടാളും നല്ല കളിയിലാണ്. ഓലവിടെ കളിച്ചിട്ട് തേക്ക് മ്യൂസിയം ഇത് നടന്ന് കാണട്ടെ വിചാരിച്ച് ഞാൻ അവിടെ ഇറങ്ങി നടന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ തവളച്ചകളെ കണ്ടു. ഇവർ ഇരിക്കൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ട് ഇവർ ആര് ജയിച്ചൊന്നും ആർക്കെങ്കിലും അറിയോ. ഓല ജയിക്കണം നോക്കിയിരുന്നാലും ഇപ്പോൾ തേക്ക് മ്യൂസിയം കാണാൻ നടക്കില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫുള്ള് തേക്ക് മ്യൂസിയം കാണാൻ നടക്കുകയാണ്. എൻ്റെ കെട്ടിയാനെ എപ്പോൾ വിളിച്ചാൽ തേക്ക് മ്യൂസിയം വെച്ചുകൊണ്ട് നിൽക്കൂട്ടോ. അങ്ങോട്ട് എത്തി കിട്ടൂല കേട്ടോ. വേറെ ഇടക്കൊക്കെ കൊണ്ടുപോയാലും ഇതിൻ്റെ ഉള്ളിൽ കയറി വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കെട്ടിയാനെ നോക്കിയെന്നാൽ ശരിയാവും കേട്ടോ. അതാണ് ഞങ്ങൾ മൂന്നാളുണ്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഏതായാലും ഞങ്ങൾ വന്ന് മുതലാക്കിയിട്ടോ. ഫുള്ള് അടിപൊളി കാറ്റൊക്കെ ആ കാറ്റൊക്കെ കൊണ്ട് തേക്ക് മ്യൂസിയം ഫുള്ള് കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോകുന്നു കേട്ടോ. എൻ്റെ കെട്ടിയാനെ പോലെ തേക്ക് മ്യൂസിയത്തിൽ വരാൻ മടിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മകൾ പിന്നെയും വെള്ളത്തിൻ്റെ അടുത്തെത്തിയിട്ട് ഈ പുലിപ്പ് ഇറങ്ങിയാലും വിചാരിച്ച് നോക്കിക്കാട്ടോള്. പിന്നെ അവളെ വെള്ളമൊക്കെ കണ്ട് കാണുവോളും പിന്നെ എൻ്റെ കൂടെ തന്നെ പോകുന്നു കേട്ടോ. അങ്ങനെ തേക്ക് മ്യൂസിയം കണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒറ്റക്കുള്ള ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാക്കണമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണം വിചാരിക്കണം. നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.